ബൈബിളിലെ അതിമാനുഷ ശക്തിയുള്ള ഒരു മനുഷ്യനാണ് സാംസൺ. എന്നിരുന്നാലും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സാംസന്റെ കഥ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കാണാം. ഇസ്രായേല്യരെ നയിച്ച പ്രധാന ന്യായാധിപന്മാരിൽ അവസാനത്തെ ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു മാതൃകാ പുരുഷനോ അല്ലെങ്കിൽ ഒരു രക്ഷകനോ ആയിരുന്നില്ല. സാംസൺ നേർച്ചകൾ ലംഘിക്കുന്നു, ഇസ്രായേൽ ജനത്തിന് പുറത്ത് 2 തവണ വിവാഹം കഴിച്ചു, ഒരു നേതാവിനേക്കാൾ കൂടുതൽ ജാഗ്രതയുള്ളവനായി പ്രവർത്തിക്കുന്നു. സാംസണിന്റെ ജനനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹത്തെ ഒരു പുരാണ കഥാപാത്രമായി സൂചിപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ വന്ധ്യയായ മനോഹയുടെയും ഭാര്യയുടെയും കഥ പറയുന്നു. ഒരു ദിവസം ദൈവദൂതൻ മനോഹയുടെ ഭാര്യയ്ക്ക് ഒരു മകനെ പ്രസവിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ദൈവദൂതൻ അവളോട് പറയുന്നത്, ഒരിക്കലും അവളുടെ ശരീരത്തെ ഏതെങ്കിലും മദ്യം ഉപയോഗിച്ച് മലിനമാക്കാൻ സാധിക്കുകയില്ല, കാരണം അവളുടെ കുട്ടി ഒരു നാസീറൈറ്റ് ആയിരിക്കുമെന്നാണ്. ജനനം മുതൽ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. തൻ്റെ മകൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരിൽ നിന്ന് രക്ഷിക്കുമെന്നും അവൾ മനസ്സിലാക്കുന്നു. സാംസണിന്റെ വിധിയും ഫെലിസ്ത്യരുമായുള്ള ബന്ധവും അവൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം വ്യക്തമായി നിർത്തിയിട്ടുണ്ട്. ഇസ്രായേല്യരെ രക്ഷിക്കാൻ ഒരു കുട്ടി വരുമെന്നും അവനെ സമർപ്പിക്കണമെന്നും ശമൂവേലിന്റെ പുസ്തകത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നു. സാംസണിന്റെ കഥ അവന്റെ ജനനം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ കടന്നുപോകുന്നു. അവിടെ ഒരു ഫെലിസ്ത്യ സ്ത്രീയെ തന്റെ ഭാര്യയായി കൊണ്ടുവരാൻ പിതാവിനോട് ആവശ്യപ്പെടുന്നതാണ് ആദ്യത്തെ വ്യതിരിക്തമായ പ്രവൃത്തി. ഇസ്രായേല്യർക്കിടയിൽ ഒരു സ്ത്രീയെ കണ്ടെത്താൻ സാംസന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. എന്നാൽ സാംസൺ തന്റെ തിരഞ്ഞെടുപ്പിനെ ന്യായീകരിക്കുന്നു. ഒരു ഫെലിസ്ത്യ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനതയെ അടിച്ചമർത്തുന്നവരായ ഫെലിസ്ത്യരോട് നുഴഞ്ഞു കയറാനും യുദ്ധം ചെയ്യാനും സാംസണിന് അവസരമുണ്ടാകുമെന്ന് വിശദീകരിക്കുന്നു. വാസ്തവത്തിൽ ഇസ്രായേലിലല്ലാത്ത തൻ്റെ മണവാട്ടിയെ അവകാശപ്പെടാനുള്ള വഴിയിലാണ് സാംസൺ തൻ്റെ അതിമാനുഷ ശക്തി ആദ്യമായി കണ്ടെത്തുന്നത്. പെട്ടെന്ന് ഒരു യുവസിംഹം അവൻ്റെ നേരെ അലറി. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ നഗ്ന കൈകളോടെ സിംഹത്തെ കീറിമുറിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. തൊട്ടുപിന്നാലെ അവൻ ഈ ശക്തി ഉപയോഗിച്ച് ക്രോധത്താൽ 30 ഫെലിസ്ത്യ പുരുഷന്മാരെ കൊല്ലുകയും മുൻ അധ്യായത്തിലെ മാലാഖയുടെ പ്രവചനം നിറവേറ്റുകയും ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-19. ഫെലിസ്ത്യർക്കെതിരായ സാംസണിന്റെ ആക്രമണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് 15-ാം അധ്യായത്തിലാണ്. സാംസണെ വശീകരിക്കാനും പിടിച്ചെടുക്കാനും ഫെലിസ്ത്യർ യഹൂദയിലെ ഒരു പട്ടണം ആക്രമിച്ചു. തങ്ങളെ തന്നെ രക്ഷിക്കാൻ യഹൂദന്മാർ സാംസണെ ശത്രുവിനെ ഏൽപ്പിക്കാൻ അവനെ ബന്ധിച്ചു. ബൈബിളിൽ പറയുന്നത്, അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീകൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലു കണ്ട് ഒരു കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ ദൈവത്തിൽ നിന്നുള്ള തുടർച്ചയായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും സാംസൺ അവരുമായി കൂടുതൽ വ്യക്തിപരമായ ബന്ധം തുടരുന്നു. സാംസണിന്റെ ശക്തിയുടെ രഹസ്യം കണ്ടെത്താൻ അവളുടെ ആളുകൾ ചുമതലപ്പെടുത്തിയ കുപ്രസിദ്ധയായ ദലീല എന്ന 2ാമത്തെ ഫെലിസ്ത്യ സ്ത്രീയുമായി അവൻ പ്രണയത്തിലാകുന്നു. അവന്റെ ശക്തിയുടെ രഹസ്യമറിയാൻ അവൾ 3 തവണ അപേക്ഷിക്കുന്നു. 3 തവണയും അവൻ അവളോട് കള്ളം പറയുന്നു. ഒടുവിൽ ദലീല സ്ഥിരമായി മുറവിളി കൂട്ടിയ ശേഷം അവൻ ഏറ്റുപറയുന്നു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥൻ ആകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. ദലീല ഉടൻ തന്നെ അവൾക്ക് ലഭിച്ച ഈ വിവരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. സാംസനെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുകയും അവൻ്റെ മുടി ഷേവ് ചെയ്യുകയും ചെയ്യുന്നു. അവൻ ഉടനെ ദുർബലനാകുന്നു. ദൈവത്തിൻ്റെ ശക്തി അവനെ വിട്ടുപോകുന്നു. ദലീല അവനെ ഫെലിസ്ത്യർക്ക് ഏൽപ്പിച്ചു. അവർ അവൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു തടവറയിൽ ഒരു മില്ലിൽ പൊടിക്കാൻ നിർബന്ധിച്ചു.
സാംസന്റെ മരണം ഫിലിസ്ത്യർക്കെതിരായ അവന്റെ ഏറ്റവും വലിയ വിജയമായി അവസാനിക്കുന്നു. ഫെലിസ്ത്യ ആരാധകർക്ക് വിനോദത്തിനായി ഫെലിസ്ത്യർ സാംസനെ ഗാസയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആലയത്തിലെ 2 തൂണുകളിൽ ബന്ധിക്കുന്നു. ഇവിടെ സാംസൺ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി തന്നിലേക്ക് ശക്തി മടങ്ങി വരാനുള്ള ശക്തിക്കായി അപേക്ഷിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇതിങ്ങനെ വായിക്കുന്നു. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കേണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ശിംശോനെ അവസാനമായി ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവം പ്രതികരിക്കുന്നു. സാംസൺ തൂണുകൾക്ക് നേരെ തള്ളിയിടുകയും ക്ഷേത്രം മുഴുവൻ താഴേക്കിറക്കുകയും തന്നോടൊപ്പം ക്ഷേത്രത്തിലുള്ള എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു.